സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായിട്ടുണ്ട്. അതിൽ നമ്മുടെ കേരള ടീമിന്റെ ഒരു മാച്ച് നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചു. റെയിൽവേസിനെതിരായിട്ടുള്ള മത്സരത്തിൽ 1-0 എന്ന ഗോൾ മാർജിനിൽ ആദ്യത്തെ വിജയം സ്വന്തമാക്കാൻ കേരള ടീമിന് സാധിച്ചിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് താരം മുഹമ്മദ് അജ്സലിന്റെ ഗോളിലാണ്, ആ ഒരൊറ്റ ഗോളിലാണ് കേരള ടീം ആ ഒരു മാച്ചിൽ വിജയിച്ചിട്ടുള്ളത്. സോ സന്തോഷ് ട്രോഫി കാണുക, അതിൽ ഇംപ്രസീവായിട്ട് തോന്നുന്ന കുറച്ച് പ്ലേയേഴ്സിനെ നിങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ മാക്സിമം സന്തോഷ് ട്രോഫി മാച്ചുകൾ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ്. അതിൽ നിന്നും കേരളത്തിൽ നിന്ന് വരുന്ന കുറച്ചധികം ടാലൻസിനെ നമ്മുടെ ചാനലിലുള്ള ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ സീരീസിന്റെ ലക്ഷ്യം. സോ മാക്സിമം നമ്മുടെ സന്തോഷ് ട്രോഫി മാച്ചുകൾ കണ്ട് അതിൽ നിന്ന് ഇംപ്രസീവായിട്ട് തോന്നുന്ന പ്ലേയേഴ്സിനെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാം. ആൻഡ് അതിന് മുൻപായിട്ട് ഒരു കാര്യം, ഈ കേരള പ്ലേയേഴ്സിനെ നിങ്ങളെപ്പോൾ തന്നെ എനിക്ക് വലിയ രീതിയിൽ ഫെമിലർ അല്ല. അതിൽ ഫെമിലർ ആവാത്ത പ്ലേയേഴ്സ് ഈ പറഞ്ഞ പോലെ പെർഫോമൻസ് കൊണ്ട് ഇംപ്രസീവായിട്ട് തോന്നുമ്പോൾ നിങ്ങൾ അവരെ ഐഡന്റിഫൈ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഞാനും ഐഡന്റിഫൈ ചെയ്യുന്നത്. സോ ഈ ഒരു മാച്ചിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫോർമേഷൻ, ടാക്ടിക്സ്, ഗെയിം സ്റ്റൈൽ അതിനേക്കാളൊക്കെ ഉപരി പ്ലേയേഴ്സിന്റെ പെർഫോമൻസ് തന്നെയാണ് ഫോക്കസ് ചെയ്തത്. എങ്കിൽ നമ്മൾ നോർമൽ ഫോർമേഷൻ നോക്കുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് ഹാഫിൽ സെക്കൻഡ് ഹാഫിലേക്ക് ആയിട്ട് ഒരു 4-4-2, അതിൽ തന്നെ ഒരു 4-2-3-1, 4-4-1-1 തുടങ്ങിയ ഫോർമേഷൻസിലേക്കുള്ള ചേഞ്ചസ്, അതിൽ തന്നെ പ്ലേയേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റോൾസ് ചേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിലേക്ക് വരുമ്പോൾ അവിടെ എനിക്ക് പേഴ്സണലി ഇംപ്രസീവായിട്ട് തോന്നിയ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സ് രണ്ടുപേര്, ജേഴ്സി നമ്പർ 8 ക്രിസ്റ്റി ഡേവിസും അതുപോലെ തന്നെ 25 സൽമാൻ കള്ളിയത്ത്. ഈ രണ്ടുപേരുടെയും ആ ഹോൾഡിംഗ്, അവരുടെ ഡിഫൻസീവിലുള്ള പെർഫോമൻസ്, ആ പന്ത് ക്യാരി ചെയ്ത് ഫ്രണ്ടിലേക്ക് എത്തിക്കുന്ന രീതി, ഇതെല്ലാം അത്യാവശ്യം ഇംപ്രസീവായിട്ട് തോന്നിയിട്ടുള്ളതാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സൽമാന് പകരമായിട്ട് ഗനി നിഗം ഡ്രോപ്പ് ചെയ്ത് ആ ഒരു സെൻട്രൽ മിഡ് ഡിഫൻസീവ് മിഡ് ആ ഒരു പോസ്റ്റിലേക്ക് വരുന്നുണ്ട്. അവിടെയും ഈ പറഞ്ഞ പോലെ ക്രിസ്റ്റി ഡേവിസിന്റെ പെർഫോമൻസ് സ്റ്റിൽ ആ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ അദ്ദേഹം സബ്ബായിട്ട് ഗ്രൗണ്ട് വിടും വരെ ആ പെർഫോമൻസ് കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ പറഞ്ഞ ക്രിസ്റ്റി ഡേവിസിന് സാധിക്കുന്നുണ്ടായിരുന്നു. സോ അവിടെ നമ്മുടെ മിഡ്ഫീൽഡിൽ ഈ പറഞ്ഞ പോലെ ബിൽഡപ്പ് സിറ്റുവേഷൻസിലാണെങ്കിലും പന്ത് റിക്കവർ ചെയ്തിട്ട് പന്ത് അപ്പുറത്തേക്ക് എത്തിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഡിഫൻസീവ്ലി ഇവർ കൊടുക്കുന്ന സപ്പോർട്ടും ഈ ഒരു മാച്ചിൽ ഇംപ്രസീവായിട്ട് തോന്നിയ കാര്യങ്ങളാണ്. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന കുറച്ച് പെർഫോമൻസ് നമുക്ക് ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് പേരുകളാണ്, ഗനി നിഗം അതുപോലെ തന്നെ നിജോ ഗിൽബർട്ട് തുടങ്ങിയവരൊക്കെ. പക്ഷെ അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ച ലെവലിലേക്ക് ഒരു തുടക്കത്തെ മാച്ചാണ്. വളരെ ചെറിയൊരു പ്രിപ്പറേഷൻസിന് ശേഷമാണ് ഈ സന്തോഷ് ട്രോഫി കളിക്കുന്നത്. എന്തായാലും സൂപ്പർ ലീഗ് കേരള കളിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പല പ്ലേയേഴ്സിനും ഇതിലുണ്ട്. സോ അതെന്തായാലും പ്രിപ്പറേഷൻ എന്ന രീതിയിൽ ആ ടൂർണമെന്റ് ആ ഒരു ലീഗ് മാറുന്നുണ്ട്. സോ അവിടെ ഈ പറഞ്ഞ ഇംപ്രസ് ചെയ്തൊരു പ്ലെയറാണ് ഗനി നിഗം. ആൻഡ് കളി തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഞാൻ വാച്ച് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ഒരു പ്ലെയർ കൂടിയാണ് ഗനി. ആ ഒരു ലെവൽ ഓഫ് പെർഫോമൻസ് ഒരു സൂപ്പർ ലീഗിൽ അദ്ദേഹം ഡെലിവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ മാച്ചിലേക്ക് വരുമ്പോൾ ആ എക്സ്പെക്ടേഷൻസിനെ മീറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അത്ര ഒരു സാറ്റിസ്ഫൈങ് ആയുള്ള രീതിയിലല്ല. എന്നാലും അദ്ദേഹത്തിന്റെ ബോളുകൾ, അദ്ദേഹം ബോൾ കീപ്പ് ചെയ്യുന്ന രീതി, അദ്ദേഹത്തിന്റെ കാലുകളിൽ പന്ത് കിട്ടുമ്പോൾ ചില ട്രിക്സ് യൂസ് ചെയ്ത് ഫൗൾസ് ഏൺ ചെയ്യുന്നത്, ഇതെല്ലാം കാണുമ്പോൾ ആ സ്പാർക്ക് ഉണ്ട്. എവിടേക്കോ ഒന്ന് സെറ്റായി, പ്രത്യേകിച്ചും കേരള ടീമായിട്ട് ഒന്ന് സെറ്റായി വരാനുള്ള ഒരു ടൈം അദ്ദേഹം ആവശ്യപ്പെടുന്നത് പോലെ തോന്നുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ചില ബോളുകൾ, ചില ത്രൂ ബോളുകൾ, അതിന് ചില ആക്യുറസിയുടെ പ്രശ്നങ്ങളും ഷാർപ്പ്നെസ് ഒക്കെ ഈ ഒരു മാച്ചിൽ പ്രശ്നമായിട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷേ എവിടേക്കോ വരുന്ന മാച്ചുകളിൽ ഇംപ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഗനി നിഗത്തിന്റെ പെർഫോമൻസ് ഈ ഒരു മാച്ചിൽ വന്നിട്ടുണ്ട്. ആൻഡ് നിജോ ഗിൽബർട്ടിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു മാച്ചിൽ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അദ്ദേഹമാണ്. ആൻഡ് രണ്ട് വിങ്ങിലും ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലായിട്ട് മാറി അദ്ദേഹം കളിച്ചിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും ഈ പറഞ്ഞ രണ്ട് പേരിൽ നിന്നും എക്സ്പീരിയൻസ്ഡ് ആണ്. ആൻഡ് അവരിൽ നിന്ന് രണ്ട് പേരിൽ നിന്നും നമ്മൾ കുറച്ചുകൂടി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ മാച്ചിൽ ഒരു തുടക്കം എന്ന രീതിയിൽ വിടാൻ പാകത്തിന് ഒരു ഓക്കെ പെർഫോമൻസിലേക്ക് ഇവർ മാറുന്നുണ്ടായിരുന്നു. ആൻഡ് ഈ മാച്ചിൽ നമുക്കൊരു ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കാൻ സാധിച്ചതിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഡിഫൻസും അതുപോലെ തന്നെ ഗോൾ കീപ്പറാണ്. അതിൽ ഗോൾ കീപ്പറിലേക്ക് തുടങ്ങുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ റെയിൽവേസ് പോസിഷൻ വെച്ചിട്ട് കണ്ടിന്യൂസ് അറ്റാക്സ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ വന്ന കുറച്ച് ബോളുകൾ, ഓൺ ടാർഗറ്റിലേക്കുള്ള ബോളുകൾ, അത് ഗോൾ ആവുമായിരുന്ന ടൈപ്പ് ഓഫ് ബോളുകൾ, ഷോട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല രീതിയിലാണ് അദ്ദേഹം സേവ് ചെയ്തിട്ടുള്ളത്. ഈ ക്ലീൻ ഷീറ്റ് കിട്ടുന്നു എന്ന് പറയുമ്പോൾ അത് ഡിഫൻഡേഴ്സിന്റെ കഴിവ് കൊണ്ട് മാത്രം കിട്ടിയ ഒരു ക്ലീൻ ഷീറ്റ് ആയിട്ട് അത് മാറുന്നില്ല. അദ്ദേഹത്തിനും ഡിസർവിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് വൈസ് അദ്ദേഹവും തീർച്ചയായിട്ടും ഈ ഒരു മാച്ചിൽ കോൺട്രിബ്യൂഷൻ സേവുകളുടെ രൂപത്തിൽ നടത്തിയിട്ടുണ്ട്. ഡിഫൻസിലേക്ക് വരാണെങ്കിൽ ക്യാപ്റ്റൻ സഞ്ജുവും അതുപോലെ തന്നെ ജേഴ്സി നമ്പർ 4 മനോജും ആണ് ആ ഒരു ഡിഫൻസീവ് സെന്റർ ബാക്ക് പൊസിഷനിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ കൂടുതൽ എനിക്ക് ഇംപ്രസീവ് ആയിട്ട് തോന്നിയത് മനോജിന്റെ പെർഫോമൻസ് ആണ്. ചില ഇംപ്രസീവ് ആയിട്ടുള്ള ചില ഹെഡർ ക്ലിയറൻസസ്, ചില ബ്ലോക്സ്, ചില ടാക്കിൾസ്, ഈ ഒരു മാച്ചിൽ തന്നെ ഒരു ഗോൾ ലൈൻ സേവും അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ പൊസിഷനിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട്, വളരെ കോൺഫിഡന്റ് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ഈ പറഞ്ഞ പോലെ സഞ്ജുവിന് നല്ലൊരു ഒത്ത പാർട്ണർഷിപ്പ് നൽകാനും മനോജിന് സാധിച്ചിട്ടുണ്ട്. എക്സ്പീരിയൻസ് പ്ലെയർ ആയിട്ടാണ് തോന്നുന്നത്. സോ സെന്റർ ബാക്ക് പൊസിഷനിൽ ഈ രണ്ടുപേരുടെ പെർഫോമൻസും എടുത്തു പറയേണ്ട രീതിയിൽ വന്നിട്ടുണ്ട്. അതിൽ എന്നെ കൂടുതൽ ഇംപ്രസ് ചെയ്തത് ജേഴ്സി നമ്പർ 4 മനോജ് തന്നെയാണ്. അതുപോലെ തന്നെ ആ ഡിഫൻസീവ് ലൈനിൽ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പേര് ജേഴ്സി നമ്പർ 16 മുഹമ്മദ് മഷ്റഫാണ്. അദ്ദേഹത്തിന്റെ ബോൾ ഹാൻഡ്ലിംഗ് അല്ലെങ്കിൽ ബോൾ ക്യാരിങ് എബിലിറ്റി, ചില സമയത്ത് ഇൻസൈഡിലേക്ക് അദ്ദേഹം പന്തെടുത്ത് മുന്നോട്ട് പോകുന്നതൊക്കെ ഒരു ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് അറ്റാക്കിംഗ് ഓപ്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കിട്ടുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. സോ അദ്ദേഹത്തിന് അത്യാവശ്യം ആ ഫുൾ ബാക്ക് പോസ്റ്റ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, ബോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫുൾ ബാക്കിന്റെ ഒരു സ്പാർക്ക് അദ്ദേഹം തരുന്നുണ്ട്. സോ അദ്ദേഹത്തിന്റെ ബോൾ ക്യാരിങ്, അതേ ബോളുമായിട്ട് മുന്നോട്ട് വരുന്നത്, ചില സമയത്ത് ഇൻസൈഡിലേക്ക് കയറി പോകുന്നതൊക്കെ അത്യാവശ്യം നമുക്ക് ആ ഒരു ഒഫൻസിലേക്ക് പന്ത് അപ്പുറത്തേക്ക് എത്തിക്കുന്നതിൽ അല്ലെങ്കിൽ ആ ഡിഫൻസീവ് ലൈനിൽ നിന്ന് പന്ത് അപ്പുറത്തേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് വരുന്നുണ്ടായിരുന്നു. സോ അദ്ദേഹത്തിന്റെ പെർഫോമൻസും ഈ ഒരു മാച്ചിൽ ഇംപ്രസീവ് ആയിട്ട് തന്നെ തോന്നിയൊരു പെർഫോമൻസ് ആണ്. ആൻഡ് പകരക്കാരനായിട്ട് വളരെ നേരത്തെ തന്നെ ഇറങ്ങിയ ജേഴ്സി നമ്പർ 7 മുഹമ്മദ് റോഷാൽ, അദ്ദേഹവും
സെയിം രീതിയിൽ തന്നെ ബോൾ ക്യാരിയിങ് എബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ അത്യാവശ്യം ഇംപ്രസീവ് ആയിട്ട് ഒന്നിലധികം പ്ലേയേഴ്സിനെ കട്ട് ചെയ്തൊക്കെ ഫ്രണ്ടിലേക്ക് കയറി പോകുന്ന മൂവ്മെന്റ്സ് കാണാൻ സാധിച്ചിരുന്നു. ആ റൈറ്റ് വിങ്ങിലാണ് കൂടുതലും സെക്കൻഡ് ഹാഫിൽ നമ്മൾ റോഷാലിനെ കണ്ടത്. അദ്ദേഹവും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ശ്രദ്ധ പിടിച്ചു പറ്റി, അല്ലെങ്കിൽ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ കളി കാണുന്ന ഒരാളെന്ന നിലയ്ക്ക് ആ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ആ റൈറ്റ് വിങ്ങിലെ കുറച്ചുകൂടി ഇംപ്രസീവ് ആയിട്ടുള്ള പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലെയറിന്റെ ഒരു ഫീഡ് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നതിന് മുൻപേ തന്നെ അതിന് കളത്തിലേക്ക് ഇറങ്ങാൻ ഒരു അവസരം കോച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ അദ്ദേഹത്തിനും ഈ ഒരു മാച്ചിന് എന്റെ ശ്രദ്ധ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് കിട്ടിയ അവസരം കൺവേർട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ മുഹമ്മദ് അജ്സൽ, അദ്ദേഹത്തിന് 1-2 ചാൻസസ് കിട്ടി. ചില ഷോട്ടുകളൊക്കെ വളരെ വീക്കായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ കിട്ടിയ ഒരു അവസരം വളരെ ക്ലിയർ കട്ടായുള്ള ഒരു ചാൻസ് പിഴവുകളൊന്നും കൂടാതെ കൺവേർട്ട് ചെയ്യാൻ അതിന് സാധിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിലൊക്കെ ആ ഒരു സ്ട്രൈക്കിംഗ് സോൺ കുറച്ചൊന്ന് ഡള്ളായിട്ട് അവിടെ വരുന്ന പന്തുകൾക്ക് കാര്യമായ രീതിയിലുള്ള ഒരു കൺവേർഷൻ പ്രൊവൈഡ് ചെയ്യാൻ മുൻപ് കളിച്ച സ്ട്രൈക്കറിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അജ്സൽ വന്നതിന് ശേഷം അദ്ദേഹം കിട്ടിയ ഒരു അവസരത്തിൽ ആ ഗോൾ കൺവേർട്ട് ചെയ്യാൻ അതിന് സാധിച്ചിട്ടുണ്ട്. സോ അതിന്റെ പെർഫോമൻസും ആ ഗോളിന്റെ രൂപത്തിൽ തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ ടോട്ടലി റെയിൽവേസ് അങ്ങനെ നിരുപാധികം കീഴടങ്ങിയ രീതിയിലൊന്നും ആയിരുന്നില്ല ഒരു മാച്ച് ഉണ്ടായിരുന്നത്. ആൻഡ് കേരള ടീമിന്റെ കയ്യിലുള്ള ടാലൻസ് വെച്ചിട്ട് ഇതിലും ബെറ്റർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗോൾ മാർജിന്റെ വൈസ് ആണെങ്കിലും ആ പെർഫോമൻസ് വൈസ് ആണെങ്കിലും കുറച്ചുകൂടി മുന്നോട്ടേക്ക് വരാനുള്ള ഒരു എബിലിറ്റി ഒരു ടീമിനുണ്ട് എന്നൊരു സ്പാർക്ക് തരുന്നുണ്ട്. എവിടെയൊക്കെയോ ആ ഒരു പ്രിപ്പറേഷൻ്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പാസിങ്ങിന്റെ ആ കോർഡിനേഷന്റെ പ്രശ്നങ്ങളൊക്കെയാണ് നിലവിൽ ഈ ഒരു ടീമിനെ കാണുന്നത്. സോ അതൊക്കെ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഓപ്പണന്റിനെ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു പെർഫോമൻസ് ഡെലിവർ ചെയ്യാൻ കെൽപ്പുള്ള, അതിനനുസരിച്ചുള്ള ടാലൻസ് ഉള്ള ഒരു ടീം തന്നെയാണ്. ഡിഫൻസും അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്ന, ഓഫൻസിലേക്ക് പന്തുകൾ എത്തിക്കഴിഞ്ഞാൽ അത് കൺവേർട്ട് ആക്കാൻ നമ്മുടെ ഫ്രണ്ട് ലൈൻ പ്ലേയേഴ്സിന് സാധിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഡിഫൻസും ഓഫൻസും ബാലൻസ് ആയിട്ടുള്ള ഒരു ടൂർണമെന്റ് തന്നെയായിരിക്കും കേരള ടീമിന് ഈ സന്തോഷ് ട്രോഫി. എന്തായാലും ഇതൊരു ഫസ്റ്റ് വാച്ചിൽ കുറേ പ്ലേയേഴ്സ് എനിക്ക് ഫെമിലർ അല്ല. സോ അവരൊക്കെ ജസ്റ്റ് ഫസ്റ്റ് വാച്ചിൽ മാത്രം കണ്ട കുറച്ച് കാര്യങ്ങളാണ്, ഇംപ്രസീവായിട്ട് തോന്നിയ കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. ഇനി വരുന്ന മാച്ചുകളും കണ്ട് ഇത്തരത്തിലുള്ള പ്ലേയേഴ്സിനെ പറ്റി നിങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ തന്നെയാണ് തീരുമാനം. അതിന് പരമാവധി ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ ഈ മാച്ച് കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ, നിങ്ങളെ ഇംപ്രസ് ചെയ്ത ഇതല്ലാതെയുള്ള പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അവരെ പറ്റി മെൻഷൻ ചെയ്യാവുന്നതാണ്. നമുക്ക് എന്തായാലും മറ്റു വീഡിയോയിൽ കാണാം. ബൈ.